ഗൈസ് പുഴയുടെ ഒഴുക്ക് കണ്ട. മൈ ഗോഡ്, സീ ദ സ്പീഡ് ഓഫ് ദി വാട്ടർ. ഇത് മഴ പെയ്ത് കഴിഞ്ഞ് ഫുള്ള് പുഴ അങ്ങോട്ട് കലങ്ങി. ഷാവുൽക്ക പുഷ്പം വിളിക്കണേ. ആ ഇന്നിപ്പോ പോയിട്ട് വന്നിട്ട് ഇപ്പൊ കുളിച്ചൊക്കെ നമ്മന്ന് കേട്ടുന്നതാ. ഞാൻ അങ്ങോട്ട് പോകുമ്പോ നോക്കി, അപ്പൊ ആരും കണ്ടില്ല. നമസ്കാരം ഗൈസ്. നമ്മുടെ നാട്ടില് വെള്ളം പൊങ്ങി തുടങ്ങിയപ്പോൾ ഇതൊരു ചെറിയ പ്രശ്നമാണ്. അവിടെ ഒരു വണ്ടി കുടുങ്ങിക്കെടുക്കപ്പോൾ കണ്ടാ. അപ്പോൾ നമ്മളെ പാടത്തുനിന്നും പിന്നെ പുഴയിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങോട്ടേക്ക് കയറി തുടങ്ങി. ഓക്കെ, നിങ്ങളോട് ഞാൻ അന്നൊരു സർപ്രൈസ് പറഞ്ഞത്. ഇതാണ് സർപ്രൈസ്. എൻ്റെ വൈഫ് അവിടെ വരെ വെള്ളം ക്രോസ് ചെയ്ത് വരണോ? വെള്ളം ക്രോസ് ചെയ്ത് വരേണ്ടി വരുമോ? നമ്മളിന്ന് വഞ്ചിയിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ പുഷ്പേട്ടൻ. ആൾ നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരിക്കുക. പക്ഷേ നമുക്ക് കര കിട്ടണില്ല കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഫാം ഹൗസിൻ്റെ അവിടെ വരെ നമ്മൾ എന്നിട്ട് നമുക്ക് പോകാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ സർപ്രൈസ് ഇതാണ് ഗൈസ്. ഇന്ന് പാം ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് നാട്ടിലിങ്ങനെ എത്തി. അപ്പോൾ ദേ ഇവിടെ കിടക്കണ്. നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട് ഇത് ഇവിടെ എത്തി. ആ അതിന്റെ മുകളിലാണ് മോട്ടർ ഷെഡിൻ്റെ മുകളിലാണ്. നമ്മളെ ഫാം ഹൗസിൻ്റെ മോട്ടർ ഷെഡിൻ്റെ മുകളിലാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ സ്വന്തം പുഷ്പേട്ടൻ. എൻ്റെ വ്ളോഗ് ചാനൽ ഉണ്ട്, അറിയോ പുഷ്പേട്ടന്? അറിയില്ല, ഞാൻ കാണിച്ചിട്ട്. സാധാരണ മനുഷ്യനാ ഇത് കേട്ടില്ലേ, നമ്മുടെ നാട്ടുകാരുണ്ട് ഇതൊക്കെ. ആള് നമുക്ക് ഈ വഞ്ചി കൊണ്ടുവന്ന് ഇപ്പൊ ഇവിടെ റോഡിൽ കയറ്റി നമ്മൾക്ക് കേറാൻ വേണ്ടിട്ട്. ഞാൻ എന്താ ചെയ്യാ? ഒന്നുമില്ല പുഷ്പേട്ടൻ ഇതന്നെ ചെയ്ത് വലിയ കാര്യമാണ്, വലിയ കാര്യം. ഇതാണ് നമ്മുടെ നാടിന്റെ സ്നേഹം. മലയാളികളല്ല, ഇപ്പൊ മലയാളി ബോംബെ മദ്രാസ് എവിടെയും പോയിട്ട് ഒരാള് മോട്ടോറിക്കാൻ നിൽക്കുക, ഒരു മലയാളിയാണെങ്കിൽ അപ്പരിക്കും ഒപ്പം. മറ്റേ ആൾക്കാരും ജനിക്കില്ല. മലയാളി ഇരിക്കാം. എന്താണ് അത് കാരണം? അങ്ങനെ നമ്മൾ സിവിലൈസ്ഡും അൺസിവിലൈസ്ഡും എന്നും പറയും, മനസ്സിലായില്ലേ? അപ്പൊ പുഷ്പേട്ടൻ പറഞ്ഞു വന്നത് മലയാളികളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മ മൂത്രമൊഴിക്കും. ഇല്ലല്ല, ക്യാമറ ഷാപ്പിന്റെ ഫ്രണ്ടിൽ ക്യാമറ ഉണ്ട്. ഞാനിവിടെ നിരന്തരം 24 hours ഇവിടെ. അപ്പൊ പുഷ്പേന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാല് നമ്മളെ മലയാളിയുടെ സ്നേഹം എന്ന് പറഞ്ഞാല് നമ്മൾ ആരെങ്കിലും ഒരു മലയാളി മൂത്രമൊഴിക്കാതിരിക്കണെന്ന് വെച്ചാല് നമ്മളൊപ്പം ഇരിക്കുന്നു മൂത്രമൊഴിക്കാൻ. മറ്റേ സ്റ്റേറ്റിലെ ആൾക്കാർ ഇത് ചെയ്യില്ല. അത് എനിക്കത് കേട്ടപ്പോൾ എന്നെ ചിരി വന്നു ഗൈസ്. Why did you wear that slippers? You should have worn mine. Take your socks off. Why you wearing socks? I don't understand. Take your socks off. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. പാം ബാംഗ്ലൂരിൽ നിന്ന് വന്ന് നമ്മളെല്ലാവരും ഫാമിലി പൊപ്പായി. ആ ചെരുപ്പ് ഊരാൻ പറയണേ. ഞാൻ അവിടെ ഇരിക്കാം, ഞാൻ ഒപ്പം ഇരിക്കാം. അപ്പൊ ബാലൻസ് ആവും. സോ ഇത് ബാലൻസ് ആവും. ഓക്കെ യാവിൻ, യു ഹാവ് ടു കം ആൻഡ് സിറ്റ് ദേർ. പൊങ്ങിക്കണേ വണ്ടി, അല്ലെങ്കിൽ സിറ്റ് ദേർ, നോട്ട് ഹിയർ, ബിക്കോസ് വി ഹാവ് ടു ബാലൻസ് ദ വെയിറ്റ്. It's okay. नहीं है. हाँ कपितान here. Just yeah. അതായത് ചിലപ്പോ ടെസ്റ്റ് ചെയ്യുമ്പോ ഇല്ല ഞാൻ കൺട്രോൾ ചെയ്തോളാം. നോ I'll sit here. No it will be balanced. ഇപ്പൊ താഴായില്ലേ ഇവിടെ? കുഴപ്പമില്ല. എന്താ വഞ്ചിയുടെ പേര്? സീതാപതിയാ. It's okay. Don't move. That's it. Just go, relax. ഞാൻ പറഞ്ഞു അവളെന്നെ പിടിച്ചിട്ടുണ്ട്. ഡോണ്ട് വറി. ഓ ഗൈസ്, ഫൈനലി നമ്മുടെ ശ്രീമതിനെ കയറ്റി വെള്ളത്തിൽ. ഇവൾക്ക് ഭയങ്കര പേടി. ഇപ്പൊ നമ്മള് റോഡിൽ നിന്ന് പുഴയ്ക്ക് പോണേ. No, relax. It's deep inside there. No, yeah, of course we have to go. You have to sit alone, me and. റോഡിൽ നിന്ന് നമ്മ ദേ പുഴയ്ക്ക് പോണ്ട. now okay. It's so relax. Okay. കേറിക്കോ. Just relax. അപ്പൊ നമ്മള് ഇപ്പൊ പുഷ്പേട്ടൻ വഞ്ചി നോക്കില്ല. Don't look behind if you're scared. That's telling you. I have to look behind. It's not houseboat. It's normal. Yeah.
It's more fun. See, that is... No. Yavin, look straight on it. Don't. Yeah. Straight. Just sit properly, Yavin. Relax. That's it. അങ്ങനെ നമ്മൾ പുഴയിലായി ഇപ്പം. ഇതിന്റെ ബാലൻസ് ഒക്കെ ഞാൻ നോക്കണേ. ഓക്കെ. നോ വറീസ്. What happened? നമ്മുടെ പുഷ്പേട്ടന് നമ്മുടെ കപ്പിത്താൻ, നമ്മുടെ ക്യാപ്റ്റൻ പുഷ്പേട്ടൻ. ഇപ്പൊ നമ്മളെ അറബിക്കറിയിലെ മറ്റേ 2 കപ്പല് മുങ്ങി. അങ്ങനാവില്ല. ഇത് നമ്മുടെ ഫാം ഹൗസിലെ താമസിക്കുന്ന ബംഗാളികളുണ്ട്. ദിസ് ഇസ് അവർ ഫാം ഹൗസ്. അവൻ റിലാക്സ്ഡാ. വരുമ്പോഴേക്കേ വരുമ്പോഴേക്ക് നമ്മളെ പറമ്പിൽ കയറിയിട്ട് ഇവിടെ ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് കാണിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മളിപ്പോ നമ്മളെ കിഴ്പുള്ളിക്കര കടവിൽ കൂടെ Yes. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Relax. ഇതിന് തൊട്ടോൾക്ക് ഇതെന്താ നമ്മുടെ ഈ പുഴയുടെ പേരെന്താ പുഷ്പേട്ട? പുഴയുടെ പേരെന്താ? ഈ പുഴയുടെ പേരെന്താ? കടവിന്റെ പേരെന്താ? ആരെ നമ്മുടെ കടവിന്റെ പേര് കനോലി കനാല്. കനോലി കനാല്. ഇതില് പണ്ട് കാലത്ത് കായംകുളം പറവൂര് പിടിച്ചൊക്കെ കൊക്കാര കുളത്തിൽ നിന്ന് കെട്ടുവഞ്ചികൾ പോയിരുന്ന സ്ഥലമാണ്. അല്ലേ? ഓക്കെ. കനോലി കനാലാണ്. Sweating, man. പെരിങ്ങോട്ടുകരാന്നും പറയും. പെരിങ്ങോട്ടുകരയുടെ ഇത് മെയിൻ കനാല്. അല്ലേ? ഇത് കണ്ട നമ്മളുടെ റോഡ് ഏതാണ് പിന്നെ പുഴ ഏതാണെന്ന് ഇപ്പോൾ ഇവിടുന്ന് മനസ്സിലാവണ പോലും ഇല്ല. എല്ലാതും ഒന്നായി. ഇനി ഇത് 2 മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ ഇത് ഉള്ളിലാവല്ലേ? ലുക്കിയ വഞ്ചി ചെറുതായിട്ടൊന്ന് ഇളകിയ ഭയങ്കര പേടി എൻ്റെ മോനക്കും ഇവൾക്കും. I said you guys are scared. Yeah, I'm very scared. നീന്താൻ അറിഞ്ഞൂടാ, അതിൻ്റെ പേടിയത്. പക്ഷെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ഗൈസ്? ഒന്ന് പറയട്ടെ കമന്റ് ബോക്സിൽ കൂടെ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ്. ദീസ് ഓൾ എക്സ്പീരിയൻസസ്. Yeah, you can, but don't tilt your When we fall. That's the water. അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കാം. പക്ഷെ ഓഫ് കോഴ്സ് ദിസ് ഈസ് നോട്ട് സേഫ്. കാരണം Breathing it so no, slowly. why what I'm telling is that don't do this. Don't DIY this at home because it's not safe. We are also not wearing any safety this thing. So comparatively we should be wearing a safety vest or something like that. We should. But I know how to swim, so that's why I'm taking them along. Oh ish. What about me? I'm at the end of I will save both of you, don't I'm worry. at the end of the boat. Even Pushpan also knows how to swim, so don't worry about Pushpa. that. Pushpan. Yeah, he's Pushpa. Pushpa 3 here. Pushpa 4. So see, don't say there'll be a bit of this thing which will hit the road. So don't be scared, okay? Yeah, hold it. Now we are next to the river bank. So relax. So he will pull the boat. Don't be scared. See, we are in the river bank. It's okay. See, you should release your fear. I can swim out of this. Yes, what I'm saying is you should release your fear. If you get Not too deep. It's see, okay. I can swim. your mom is like, If she was thank God. അങ്ങനെ ഓക്കെ. Your mom is like, oh, thank God. She'll be praising God now too many times. scared. Pushpan English. ഇതാണ് never. Yes. കേരള. This is Kerala. Don't be scared. Pushpan English അത്. Pushpan knows all languages. Hindi, Pushpa സിനിമ അറിയില്ലേ? അവള് അതാ പറയുന്നത്. പുഷ്പ നമ്പർ 4. പുഷ്പ എന്ന് പുഷ്പ സിനിമ ആണില്ലേ? പുഷ്പ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. പുഷ്പന്റെ സന്തോഷായി. ഷെരീഫ. മൂത്തലടിക്ക് അറബി ടീച്ചർ. രണ്ടാമത്തോള് BSc നഴ്സ് ഖത്തർ മിലിറ്ററി ഹോസ്പിറ്റൽ. അതാണ് നമ്മളെ പുഷ്പന്റെ ഹിന്ദി. No, don't. മൂത്തലടിക്ക് അടുത്തോള് മലപ്പുറം. പക്ഷെ പുഷ്പന്റെ കുട്ടികൾ നല്ലോണം പഠിച്ച എന്താ BSc നേഴ്സാണ് പുഷ്പന്റെ കുട്ടികള്. പിന്നെ ഖത്തറിലല്ലേ? കണ്ട ഇതൊക്കെ ആള് ഈ നാടും ഇതൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ആള് വിട്ടു പോവാണ്ട് ആള് ഇവിടെ നിക്കണ ആള്. അല്ലെങ്കിൽ ആള് നമ്മള് കാണുന്ന മാതിരി ഒന്നല്ല. Okay. കേരള ഇസ് ഗുഡ്. നമ്പർ 1 മറ്റേ പർദേശല്ലേ? Number 1. കേരള നമ്പർ 1. Kerala number 1. ലണ്ടൻ അമേരിക്ക ഒക്കെ ഇവിടെ ടൂറിസം. യെസ് എക്സാക്ട്ലി. അവിടുന്ന് വണ്ടി വരുന്നു. അവര് പോട്ടെ അല്ലേ? ഇത് കണ്ട ഗൈസ് ഫുള്ള് വണ്ടികളൊക്കെ ഇങ്ങനെയാണ് പോണത് ഇവിടുന്ന്. ഒന്നും പറയണ്ട.
ഗൈസ് ഇപ്പം തന്നെ നമ്മളിത് വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയുള്ളൂ ഇതേ അപ്പോഴത്തേക്കും ഇത് മഴക്കാർ വന്ന ഇത് കണ്ട ഒടുക്കത്തെ മഴക്കാർ ഇത് ചെയ്ത് വരുന്നുണ്ട് ഇതേ ഇവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഒരു മിനിറ്റ് കേട്ടോ ഗൈസ്. നമ്മ അവിടുന്ന് വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയത് എത്ര നന്നായി നോക്കിയാൽ ഇത് കണ്ട നമ്മ വന്ന് കേറിയില്ല അപ്പോഴത്തേക്കും ഒരു സെക്കൻഡ് എടുത്തില്ല ഗൈസ്. ഇതേ കൊടുങ്കാറ്റും മഴയും ഭയങ്കര കാറ്റായിരുന്നു. ഇതൊക്കെ അങ്ങോട്ട് അടിച്ചു പൊളിച്ചു പോയി. Now you see? Now we see. ആരും എൻ്റെ ഉമ്മാനെ കണ്ടില്ല എന്ന് പറയില്ല. അത് ഇതാണ് എൻ്റെ ഉമ്മ. എൻ്റെ ആൾക്ക് വയ്യായിരുന്നു ഉമ്മക്ക്. ആൾ കിടക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എടുക്കാണ്ടിരുന്നത്. എൻ്റെ മോൻ എൻ്റെ വൈഫ്.